ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് പേർക്ക് നിലവിൽ ഉള്ളൊരു ഡൗട്ടാണ് റുമ്മിയുടെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡ് എടുക്കണോ വേണ്ടോ എന്നുള്ളത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അത് റുമ്മിയുടെ തന്നെ മുന്നേ വന്ന പല കാർഡുകൾ കമ്പാരിസൺ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നിലവിൽ CFലുള്ള ഗ്ലിച്ച് കാർഡുകളെ കമ്പാരിസൺ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും ഇവിടെ തന്നെ സോൾവ് ആവുന്നതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റുമ്മിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഡബിൾ ബൂസ്റ്റർ കാർഡാണ് വന്നേക്കുന്നത്. ഈ ഇയറിൽ വന്നേക്കുന്ന രണ്ടാമത്തെ റുമ്മിയുടെ കാർഡാണ്. ഒരു ആനിമി കാർഡ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കാർഡും മുന്നേ വന്ന ആ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡും സെയിം തന്നെയാണ്. സോ ഈ രണ്ട് കാർഡുകളാണ് നമുക്ക് ഈ ഒരു ഇയറിൽ കൊണാമി നമുക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഈ രണ്ട് കാർഡുകളെ കളിപ്പിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് വലിയ രീതിയിലുള്ള ചേഞ്ചും കാര്യങ്ങളൊന്നും ഈ രണ്ട് കാർഡുകൾ തമ്മിലില്ല. നിലവിൽ ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ചുകൂടി ഗെയിമിൽ ഫ്ലെക്സിബിളായിട്ട് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി പേസ് യൂസ് ചെയ്ത് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്കൊരു കാരണവശാലും തോന്നുന്നില്ല ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത്. മുന്നേ വന്ന ഡബിൾ ബൂസ്റ്റർ കാർഡും വന്ന ടൈമിൽ നല്ല രീതിയിൽ പെർഫോമൻസ് തന്നിരുന്നു. ആ ഒരു ലെവൽ തന്നെയാണ് ഈ ഒരു കാർഡും വന്ന ടൈമിൽ തരുന്നത്. എന്ത് കഴിഞ്ഞാലും കൊണാമി വരുന്ന അപ്ഡേറ്റിൽ രണ്ട് കാർഡിൻ്റെയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈക്വൽ ആക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല. സോ നിങ്ങൾ ആരൊക്കെ ഈ കാർഡ് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ലെജൻഡറി റുമ്മിയുടെ ആ ഒരു കാർഡ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് റുമ്മിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും റുമ്മിയുടെ കാർഡ് നിങ്ങൾക്ക് ഓക്കെയാണ്. ആ റുമ്മിയുടെ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാൻസ് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം റുമ്മിയുടെ പാക്ക് പോലുള്ള കൊണാമിയുടെ ട്രംപ് കാർഡുകൾ അടങ്ങിയിരിക്കുന്ന പാക്കുകൾക്ക് തീർച്ചയായിട്ടും കൊണാമി ലോ പ്രോബബിലിറ്റിയാണ് ഇതുവരെ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു പാക്കിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങൾ കോയിനും കാര്യങ്ങളൊന്നും ഗെയിമിൽ സ്പെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാത്ത യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 കോയിനുള്ളിൽ തന്നെ ഈ ഒരു കാർഡിനെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ഒരുപാട് അക്കൗണ്ടുകൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരു പ്രോബബിലിറ്റി അപ്ഡേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴി നമ്മുടെ ഫോളോവേഴ്സിൽ ഒരുപാട് പേർക്കാണ് റുമ്മിയുടെ ഈ ഒരു കാർഡ് തന്നെ 1 or 2 100 ട്രൈ തന്നെ കിട്ടിയേക്കുന്നത്. ഞാൻ കോയിൻ സ്പെൻഡിൻ്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കോയിനൊക്കെ ഗെയിമിൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്, പർച്ചേസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കോയിൻ സ്പെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാത്ത അക്കൗണ്ടിൻ്റെ അത്ര പ്രോബബിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ 2 or 3 or 900 ട്രൈ എടുക്കുമ്പോഴേക്കും റുമ്മിയുടെ കാർഡ് തന്നെ കിട്ടാനുള്ള ചാൻസ് തീർച്ചയായിട്ടും ഈ ഒരു പാക്കിൽ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊണാമിയുടെ വലിയൊരു ട്രാപ്പ് ഈ ഒരു പാക്കിൽ ഉണ്ടെന്നുള്ള കാര്യത്തിലും യാതൊരുവിധ ഡൗട്ടും വേണ്ട. അതായത് നിങ്ങളൊരു 200 കോയിന് മുകളിൽ ഈ ഒരു പാക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് പോലും ഒരു എപ്പിക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണാമി നിങ്ങളെ തേച്ചൊട്ടിക്കാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ എനിക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പാക്ക് കൊണാമി ഡിസൈൻ ചെയ്തേക്കുന്നത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നേ വന്ന ആ ഒരു റൈക്കാർഡിൻ്റെ പാക്കിനൊക്കെ ഹൈ പ്രോബബിലിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് എല്ലാവരുടെയും കോയിനും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കൊണാമി ആ ഒരു പാക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഈ ഒരു പാക്ക് മൺഡേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ എല്ലാവരുടെ അക്കൗണ്ടിലും ഓൾമോസ്റ്റ് 0 കോയിൻ തന്നെയാണുള്ളത്. ആ ഒരു ടൈമിൽ തന്നെ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു കോയിനിങ് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിൽ പ്രോബബിലിറ്റി ഹൈ ആണ്. ഒരുപാട് പേർക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും നമ്മുടെ കമ്മ്യൂണിറ്റി സർക്കിളിലും ഒരുപാട് പേർക്ക് 1 or 2 ട്രൈ തന്നെ റുമ്മിയുടെ കാർഡുകൾ കിട്ടുന്ന വഴി നമ്മളെക്കൊണ്ട് കൊണാമി കോയിൻ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ എൻകറേജ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. ആ ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും ഈ ഒരു പാക്കിൽ വർക്കൗട്ട് ആയി എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരുവിധ ഡൗട്ടും വേണ്ട. കാരണം ഒരുപാട് എൻ്റെ സർക്കിളിൽ തന്നെ ഒരുപാട് പേരാണ് ഇന്നലെ കോയിനും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത്. കോയിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത ടൈമിൽ ആ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ നിർത്തിയ ഒരുപാട് യൂസേഴ്സ് ഇന്നലെ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് കോയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് കൊണാമിയുടെ സ്ട്രാറ്റജി. ഗെയിമിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്തിയേക്കുന്ന യൂസറെ കൊണ്ട് പോലും കോയിൻ പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും കൊണാമി ഈ ഒരു പാക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ റുമ്മിയുടെ യാതൊരുവിധ കാർഡും ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ലെജൻഡറി കാർഡുകൾ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാക്കേജാണ് ഇത്. കൊണാമിയുടെ സ്ട്രാറ്റജി ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്ക്വാഡിലേക്ക് റുമ്മിയെ കൂടി ആഡ് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു അവസരം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് പേർക്കാണ് നമ്മുടെ അപ്ഡേഷൻ വഴി റുമ്മിയുടെ കാർഡുകൾ കിട്ടിയേക്കുന്നത്. ഇപ്പോഴും നമ്മുടെ സ്റ്റോറിയിൽ അവൈലബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ്സിൽ അവൈലബിൾ ആണ്. സോ ഇതുപോലുള്ള പാക്കുകളുടെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കുക. സോ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റുമ്മിയുടെ മറ്റുള്ള കാർഡുകളായിട്ടുള്ള കമ്പാരിസൺ ആണ്. നമുക്കറിയാം നമ്മുടെ ഗെയിമിൽ റുമ്മിയുടെ നോർമൽ ആയിട്ടുള്ള ഒരു എപ്പിക് കാർഡുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ബൂസ്റ്റർ കാർഡുണ്ട്. പിന്നീട് വന്നേക്കുന്ന നമ്മുടെ 2 കാർഡുകളാണ് നമ്മുടെ നോർമൽ ആയിട്ട് ഡബിൾ ബൂസ്റ്റർ കാർഡും അതുപോലെ തന്നെ ആനിമിയും. അത് രണ്ടും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ഇത്രയും കാർഡിന് നിലവിൽ റുമ്മിയുടെ നല്ലൊരു കാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ
റുമ്മിയുടെ നല്ലൊരു കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു കാർഡ് തന്നെയാണ്. പക്ഷേങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഹൈക്ക് മുന്നേ വന്ന കാർഡുമായിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. റുമ്മിയുടെ ലെജൻഡറി കാർഡ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള എപ്പിക് കാർഡ്, ആ ഒരു കാർഡിൽ നിന്നും തീർച്ചയായിട്ടും ഈ ഒരു കാർഡിന് വലിയ രീതിയിലൊരു പെർഫോമൻസ് ഹൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും മുന്നേ വന്ന ആ ഒരു സിംഗിൾ ബൂസ്റ്റർ കാർഡായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബൂസ്റ്റർ കാർഡായിട്ട് പോലും റുമ്മിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡിന് വലിയ രീതിയിലൊരു പെർഫോമൻസ് ഹൈക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം ആ ഒരു കാർഡ് വെച്ചിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, പ്രത്യേകിച്ചും മുന്നേ വന്ന ആ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡുമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു പാക്കിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സോ ഇതാണ് ഓവറോൾ ആയിട്ട് നമ്മുടെ റുമ്മിയുടെ കാർഡുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള കാർഡുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കൊണാമിയുടെ ഗ്ലിച്ച് കാർഡായിട്ടുള്ള ഏതെങ്കിലും ഒരു CF കാർഡ്, എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 8 കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഷെവിൻ്റെ കാർഡ്, അതുപോലെ തന്നെ സുവാരസിൻ്റെ കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് കോയിനൊന്നും ഗെയിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ഈ ഒരു കാർഡ് എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഗെയിമിൽ അത്യാവശ്യം അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ CFൽ ഒരു ഗ്ലിച്ച് കാർഡ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അനാവശ്യമായിട്ട് ഓരോ ഗ്ലിച്ച് കാർഡ് വരുമ്പോഴും സെയിം പൊസിഷനിലേക്ക് കോയിൻ ഇൻവെസ്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അത് മറ്റുള്ള പൊസിഷനിലേക്കാണ്. അതായത് CFൽ നിങ്ങൾക്ക് 8 കാർഡുണ്ട്, സുവാരസിൻ്റെ കാർഡുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷെവിൻ്റെ കാർഡുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ റുമ്മിക്ക് വേണ്ടിയിട്ട് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സ്കോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗോൾ കീപ്പറുടെ കാർഡില്ല, അതുപോലെ തന്നെ CBയുടെ കാർഡില്ല. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന വലിയൊരു മണ്ടത്തരം തന്നെയാണ് ഈ ഒരു കാർഡിൻ്റെ പിറകെ ഒരുപാട് കോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാട് കോയിൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ വന്ന ആ ഒരു ഡബിൾ ബൂസ്റ്റർ റുമ്മിയുടെ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗ്ലിച്ചായിട്ട് കിടക്കുന്ന ഒരു CF കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാർഡിന് പിറകെ പോകണമെന്നില്ല. അല്ലാത്ത പക്ഷം കൊണാമിയുടെ ഓരോ ഗ്ലിച്ച് കാർഡുകളും നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഗെയിം കളിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ പിറകെ പോകാം. അത്യാവശ്യം ഈ ഒരു റേറ്റിംഗിന് കണക്കായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഈ ഒരു കാർഡ് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കേസാണ് നിങ്ങളുടെ CFൽ ഒരുപാട് ഗ്ലിച്ച് കാർഡുകളൊന്നുമില്ല, അതുപോലെ തന്നെ റുമ്മിയുടെ കാർഡ് തന്നെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ലെജൻഡറി കാർഡോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള എപ്പിക് കാർഡ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പാക്കിലേക്ക് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റുമ്മിയുടെ ഈ ഒരു പാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.